സായിപ്പിന് മുത്തനെ മാത്രമേ അടിക്കാൻ ഉദ്ദേശമുള്ളൂ. നമ്മളെ ആരെയും അയാളുടെ ആൾക്കാർ തൊടൂല്ല. പിന്നെ ചേരയൊക്കെ അടിച്ചതോ? അത് നമ്മളെ പേടിപ്പെടുത്താൻ. ഇന്ന് പാലയൻ വീട്ടിൽ വന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു. പാലയൻ പിന്നെ സായിപ്പിന് വേണ്ടിയല്ലേ പറയൂ? നാക്കടക്കട, നീ വിവരമില്ലാതെ സംസാരിക്കരുത്. കാര്യം എന്താണെന്ന് അറിയാമോ? മുത്തൻ മദാമയുടെ തുണി അഴിക്കാൻ നോക്കി. സായിപ്പിന് ദേഷ്യം വരാതിരിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത് മുത്തിനോട് നേരിട്ട് ചോദിക്കാമെന്ന്. നമുക്ക് ചോദിക്കാം. ഇന്ന് രാത്രി 2 തീരുമാനിക്കണം. സായിപ്പിന് പണമുള്ള കാര്യം മറക്കരുത്. ഒരു നളിനാക്ഷ ചെറ്റപ്പ് ചത്താൽ 100 പേരെ സായിപ്പ് ഇറക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സായിപ്പിനോട് കളിക്കുന്നത് തീക്കളിയാണ്. എന്നിട്ട് ഇന്നത്തെ അടിയിൽ ആരാ തോറ്റോടിയത്? നളിനാക്ഷ ഓടിയെടുത്ത് പുല്ലും ഉളക്കില്ല. ഇന്ന് ജയിച്ചത് ശരി, നാളെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ചന്തക്ക് അയക്കാമോ? എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാനൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ. ഉയരിനെ പറ്റി നമുക്ക് ഒളിച്ചടക്കാനൊക്കില്ല. ഇവിടെ സമാധാനം വേണം. നിങ്ങൾക്കറിഞ്ഞൂടെ, ഒരു ദിവസം കരിപ്പറ്റി വിറ്റില്ലെങ്കിൽ പകുതി വീട്ടുകാർ പട്ടിണിയാവും. അതിനിപ്പോ എന്ത് വേണം? സായിപ്പിന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. അല്ലാതെ പിന്നെ ഒരുത്തൻ ചെയ്യുന്ന തെറ്റിന് നമ്മളെല്ലാവരും അടികൊള്ളണം. ഒരുത്തനാണോ അതോ ഒരുത്തിയാണോ തെറ്റിയതെന്ന് താൻ കണ്ടോ? കണ്ടത് മാത്രമല്ല, കേട്ടതും വിശ്വസിക്കാം. ഇല്ലെങ്കിലേ ഒരുത്തനും തന്തയില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ മാരിയമ്മൻ സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു, ഞാൻ തെറ്റുകാരനല്ല. ഓ, തന്റെ ചെരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ വാ തുറന്ന് പറയാമോ ഞാൻ തെറ്റുകാരനാണെന്ന്? ആ നിമിഷം തന്നെ പല്ലടിച്ചാൽ താഴെ. നമ്മളെ തല്ലിന് കാര്യം ചോദിക്കാൻ സമാധാനപ്പെടേ. ഞാൻ സമാധാനപ്പെടാം, പക്ഷെ ഇവരെ അക്ഷരം വേണ്ടിപ്പോരും. കരിപ്പെട്ടി എങ്ങനെ വിൽക്കാമെന്ന് പറ. അതാണ് ഇപ്പൊ അറിയേണ്ടത്. നിന്നെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചാലേ സായിപ്പ് കരിപ്പെട്ടി വാങ്ങും. അങ്ങനെയാണെങ്കിൽ സായിപ്പ് കരിപ്പട്ടി വാങ്ങണ്ട. നമ്മൾ പിന്നെ പട്ടിണി എടുത്ത് ജാകണം. മുഴുവൻ കരിപ്പട്ടിയും ഞാൻ വിലക്കെടുക്കാം. സായിപ്പ് തരുന്നതിനേക്കാൾ കൂടുതൽ വിലയും തരാം. എന്താ, മതിയോ? മതി. ഓ, അത് മതി. ഇനി നിന്റെ പ്രമാണം തരൂ. ശരി, ചോദിച്ച പണം ഞാൻ തരും. പക്ഷെ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു തന്നില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ ജപ്തി ചെയ്യും. 1 മാസത്തിനുള്ളിൽ പണം തിരിച്ചു തരാം. നിങ്ങളുടെ ഒക്കെ കച്ചവടം ശരിക്കും നടക്കുകയാണെങ്കിൽ എനിക്ക് പണം തിരിച്ചു തരണമെന്നില്ല. പലിശ ശരിക്ക് തന്നുകൊണ്ടിരുന്നാ മതി. നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണേ. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പണം തരുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ. സത്യം ഞാൻ പറയാം. എന്താണ്? മദാമയാണ് മുത്തനെ കയറി പിടിച്ചത്. പാവം പേടിച്ചോടിക്കളഞ്ഞു. ഓ, അങ്ങനെയായിരുന്നു. ആ മദാമക്ക് ഭയങ്കര കാമമല്ല സാറേ. ആ തവള പോലത്തെ സായിപ്പിനെ കൊണ്ട് എന്തിനു കൊള്ളാം? അടിക്കതല കെട്ട്. രക്ഷിക്കണേ.
മിസ്റ്റർ കെന്നത്തുണ്ടില്ലേ? ഇല്ല, ടൗണിൽ പോയിരിക്കാണ്. നാളെ ഉച്ചയ്ക്ക് വരൂ. എന്റെ ഭാഗ്യം. എന്താ? മിസ്സിസ് സിന്ധിയെ അല്ല മിസ്സിസ് കെന്നത്തിനെ ഈ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സണ്ണി, തെറ്റാണെന്നറിയാം, എങ്കിലും നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായി പോയി. അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേൻ. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയൂ. ഒരുപക്ഷെ സിന്റെ എന്നെ ആട്ടിയിറക്കിയാൽ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ടാവും. അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സണ്ണി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിന്റി, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിഴ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകൂ. ഞങ്ങൾ ഇനി അടുത്ത തിങ്കളാഴ്ച വരാം. നിങ്ങൾ എന്ന് വന്നാലും യാതൊരു കുഴപ്പമില്ല. എത്ര കരുപ്പെട്ടുണ്ടെങ്കിലും ഞങ്ങൾ എടുത്തോളാം. ഓ, ഇത് തേനിലോ ചെറുനാരങ്ങ നീറ്റിലോ ചാലിച്ച് ദിവസം 3 നേരം കൊടുത്താൽ മതി കേട്ടോ. ആ എന്നാ വൈദ്യരെ കള്ള് ആ നല്ല വെള്ളമാണോടാ? എപ്പം കൊണ്ടുവന്നാലും ചോദിക്കും നല്ല വെള്ളം. ആ ഇത്തിരി പുളിച്ച ഞാൻ കൊണ്ടുപോയേക്കാം. ആ കൊണ്ടുപോവാ. പുളിച്ചതെങ്കിൽ പുളിച്ചത്. ദാനം കിട്ടുന്നതല്ലേ. കൊത്താ, നിന്റെ പെണ്ണിന്റെ ഗർഭമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? വിഷമമൊന്നുമില്ലല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല. കാലിൽ ഇച്ചിരി നീരുണ്ട്. വല്ല മരുന്ന് ചെയ്യണോ? പ്രസവത്തിനൊക്കെ വല്ല സർക്കാർ ആശുപത്രിയിലും കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇതിനൊന്നും ഞങ്ങൾ ആശുപത്രി പോലെ വൈദ്യരെ. മാരിയമ്മന് വാവിനൊരു പൂജ ചെയ്താൽ എല്ലാം ശരിയാകും. അതെന്ത് പൂജയാ? ഞങ്ങൾ പൂജാരി കുടുംബമാണ്. അപ്പന്റെ മരണശേഷം ഞാനാ പൂജാരി. അടുത്തത് എന്റെ മോൻ. മോനാണെന്ന് എന്താ തീർച്ച? മാരിയമ്മൻ അങ്ങനെ തരും. ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായിട്ട് ആണുങ്ങളാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും അതിനുവേണ്ടിയാ. ആ അത്ര ശക്തിയുള്ള പൂജയാണോ? ആ ആദ്യം കള്ളൊഴിച്ച് കരിമ്പനച്ചോട് നനയ്ക്കും. പിന്നെ ചോര കൊണ്ട് നനയ്ക്കും. അപ്പോഴേ മാരിയമ്മന് തൃപ്തിയാകും. വൈദ്യരെ നേരെ വന്ധ്യാകാറായി, ഞാൻ പോട്ടെ. ആ ആ മുത്തൻ എങ്ങനെയെങ്കിലും ജയിലിൽ കയറ്റില്ലെങ്കിൽ വളരെ മോശമാണ്. നമുക്ക് തലവൃത്തി ഇറക്കാൻ കഴിയുന്നില്ല. തല താഴ്ത്തി നടക്കാൻ നോക്കൂല. അവനൊറ്റയല്ല, അവന് ജാതിക്കാരും മുഴുവൻ അവന്റെ പുറകിലുണ്ട്. അഥവാ അവനെ പിടിച്ച് അകത്താക്കിയാലും കരിപ്പട്ടി കച്ചവടം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സായിപ്പ് എപ്പോഴും കച്ചവടം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ കാര്യം അതാണ് കിട്ടവനെ. നീ അവിടെ കുണ്ടോളം തല്ലാൻ പോയത് ഇതിൽ എന്തുണ്ടായി? അവൻ മനുഷ്യനില്ല, അവന് ഇരുമ്പിലുണ്ടാക്കി വെച്ചിരിക്കുക. എന്നാ അവൻ തുരുപ്പടക്കുന്നവരെ ഇനി കാത്തിരിക്കാം. അഞ്ചെട്ട് തടിയന്മാരെയും കൊണ്ട് പോയിട്ട് അവന്റെ ചെറുവിരൽ അനക്കാൻ സാധിച്ചില്ല. നാണക്കേട്. എന്തോ സായിപ്പേ, കോട്ടൂർ വനത്തിൽ ഒരു ഉഗ്രൻ മന്ത്രവാദിയുണ്ട്. എന്തിന്? ആ മന്ത്രവാദിയെ കൊണ്ട് ശുദ്ധം ചെയ്യിപ്പിച്ചാൽ മുത്തിന് 3 നേരം ഭ്രാന്ത് വരും. 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരുത്തിന് ഭ്രാന്ത് വരുത്തിയിട്ടുണ്ട്.
വെറും 200 രൂപയുടെ ചെലവേ ഉള്ളൂ. പോകാനാവുന്നു. സായിപ്പ് അങ്ങനെ പറയരുത്. ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദിയാണ്. സായിപ്പിന് 200 രൂപ മനസ്സിലെങ്കിൽ വേണ്ട, പക്ഷെ മന്ത്രവാദി ആക്ഷേപിക്കരുത്. നിനക്ക് വേണ്ടി 10 200 ഞാൻ തരാം. ഒരുപാട് അടി കൊണ്ടതല്ലേ. ഞാൻ തരുന്ന കാശ് വല്ലവനും കൂടെ തൊലയ്ക്കരുത്. ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ മുത്തന് ഭ്രാന്ത് പിടിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ സായിപ്പന്നെ നായിന്റെ മോനെ വിളിച്ചു. അത് സായിപ്പ് എപ്പോഴും വിളിക്കാറുള്ളതല്ലേ, പക്ഷെ ഇംഗ്ലീഷിലാണെന്ന് മാത്രം. ശരി, നാളെ കമ്പനിയിൽ നിന്ന് 200 രൂപ വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞേക്കാം. പൊയ്ക്കോ പൊയ്ക്കോ. അല്ലാച്ചാ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. നല്ല രസം മതാവക്കളി. ഒന്ന് വാടേ വാടാ. ഇങ്ങോട്ട് വന്നേ. നീ ഒരു കാര്യം അറിഞ്ഞില്ല? വിഷമിക്കാനൊന്നുമില്ല. രാത്രിയിൽ അവർ ക്ഷുദ്രം ചെയ്ത സാധനം നിന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും കുഴിച്ചിടും. നിന്നെ കൊണ്ട് മറിയർപ്പിക്കാൻ. അതുകൊണ്ട് രാത്രി മുഴുവനും കാത്തിരിക്കണം. നടക്കുന്ന വഴിയിലായിരിക്കും കുഴിച്ചിടുക. അതിന് സമ്മതിക്കാതിരുന്നാ മതി. ഇത്രയും ചെലവ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ പോകും. അയ്യോ, അങ്ങനെ പറയരുത്. രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. 500 രൂപ കൊണ്ടുവന്നാൽ ഞാൻ കർമ്മം ചെയ്യാം, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. പോവാ. ശപിക്കരുതേ. സ്വാമിനി പൂജ തുടങ്ങിക്കോളൂ, ഞങ്ങൾ പോവാ പോവാ. ഇനി ഒരു 300 രൂപ ഉണ്ടാകും. പലയ നിന്റെ കാശുണ്ടോ? അയ്യോ, കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇന്നലെ വസ്തു വാങ്ങിയായിരിക്കും. ഇത് നീ എങ്ങനെ അറിഞ്ഞു? നീ സാധാരണ പറയാറുള്ളല്ലേ. പണ്ട ഇറങ്ങാനായിട്ട് സായിപ്പ് ഇവിടെ ഇല്ല. 300 രൂപയുടെ കാര്യമല്ലേ. നിക്ക് നല്ല കാര്യം പറഞ്ഞേക്കാം. എന്തൊക്കെ ആയാലും മുത്തനും ഞാനും ഒരു ജാതിക്കാരല്ല. ഞാൻ പറയുന്നവർക്ക് ക്ഷുദ്രം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ വന്നെന്ന് അവരറിഞ്ഞ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലു. അത് നോക്ക്, ഞാനൊരു വഴി പറഞ്ഞുതരാം. നീ ചെന്ന വടക്കനാശാനോട് ചോദിക്കും, അങ്ങനെ വരും. പക്ഷെ ഞാൻ കൂടെ വരാം. അല്ലെങ്കിൽ നിന്നൊക്കെ എനിക്കറിയാടാ. നീയൊക്കെ അവസാനം സ്വന്തം ജാതിക്കാരോട് നിൽക്കൂ. അതത്ര തന്നെ ഉള്ളൂ. ഞാൻ ജനിച്ച നാടും എന്റെ ജാതിക്കാരും ഞാൻ മറക്കില്ല. വഴി